വനത്തിൽ നിന്ന് മരം മുറിച്ചു കടത്തിയ മൂന്നംഗ സംഘത്തെ പെരുവന്താനം പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ലക്ഷം രൂപയുടെ തേക്ക് ഉൾപ്പെടെയുള്ള തൊണ്ടി മുതലുകളുമായാണ് പ്രതികൾ വലയിൽ വീണത്. മുൻ വനപാലകന്റെ മകൻ ഉൾപ്പെടെയുള്ള വനം കൊള്ളക്കാരാണ് ഇന്ന് പിടിയിലായത്. രണ്ട് ലക്ഷം രൂപയുടെ തേക്ക് തടി ഉൾപ്പെടെയുള്ള മര ഉരുപ്പടികൾ പിക്കപ്പ് ജീപ്പിൽ കടത്തുന്നതിനിടയിലാണ് മുൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ മകൻ ഉൾപ്പെടെ മൂന്നംഗ സംഘം പോലീസിന്റെ വലയിലായത്. കല്ലുപറമ്പിൽ ബിനു ജോസഫ്, കൊച്ചുപുരയ്ക്കൽ ജോൺ തോമസ്, നടുപറമ്പിൽ സണ്ണി എന്നിവരെയാണ് പെരുവന്താനം പോലീസ് മരം കടത്തിയതിന് പിടികൂടിയത്. ഞാനും പോലീസ് പാർട്ടിയും ഇന്നലെ രാത്രി റോഡിൽ വാഹന പരിശോധന നടത്തിവരവേ പിക്കപ്പിൽ ഒരു ലോറി വരികയും അത് ഞങ്ങൾ തടഞ്ഞു നിർത്തി അതിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ നോക്കിയതിൽ മുകളിൽ ആഞ്ഞിലി പ്ലാവ് അതുപോലുള്ള മുതലായ തടികൾ കെട്ടി വെച്ചിരിക്കുന്നതായും അതിനടിയിൽ നോക്കിയതിൽ തേക്കിൻ്റെ കട്ട തടികൾ അടിയിൽ പ്ലാറ്റ്ഫോമിൽ നിരത്തി വെച്ചിട്ടുള്ളതായും കാണപ്പെട്ടുള്ളതാണ്. അത് മൊത്തം 9 പീസ് തടികളാണ് അതിനകത്ത് കാണപ്പെട്ടിട്ടുള്ളത്. വാഹനത്തിൽ തേക്കുതടി കടത്തുന്നതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് പെരുവന്താനം പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് സംഘം വലയിലായത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. പിക്കപ്പ് ജീപ്പിന്റെ പിൻവശത്ത് ആഞ്ഞിലിയുടെയും മാവുതടിയുടെയും ഇടയിൽ തേക്കുതടി ഒളിപ്പിച്ച് കടത്തുന്നതിനിടയിലാണ് ഇവർ അറസ്റ്റിലായത്. ശബരിമല വനത്തിലെ കണയങ്കവയൽ ഭാഗത്തു നിന്നും വെട്ടിയതാണ് തടിയെന്ന് കരുതപ്പെടുന്നു. സംഘത്തിലെ ബിനു ജോസഫാണ് മുൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മകൻ.